വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുൺമാമിസ് ആണ്. നിങ്ങൾ ചുറ്റുപാടും നടക്കുന്ന വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് പലതരം രോഗങ്ങളെ കുറിച്ചുള്ള ന്യൂസുകളായിരിക്കും. പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് പലതരം അസുഖങ്ങളാണ് മനുഷ്യന്മാർക്ക് പിടിപെട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്മാർക്ക് മാത്രമാണോ അസുഖങ്ങൾ ഉണ്ടാവുന്നത്? ഒരിക്കലും അല്ല, അല്ലെ? നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവികൾക്കും അതേപോലെ തന്നെ സസ്യങ്ങൾക്കും ഒക്കെ അസുഖങ്ങൾ വരാറുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് അസുഖങ്ങളാണ്, അതും സസ്യങ്ങൾക്ക് വരുന്ന അസുഖങ്ങളാണ് മിസ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. നെല്ലിലെ തവിട്ടിലപ്പുള്ളി, പയറിലെ മൊസൈക്ക് രോഗം, തെങ്ങിലെ കൂമ്പുചീയൽ, ഇതൊക്കെ എന്താണ്? ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട അസുഖങ്ങളാണ്. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടായിരിക്കാം ഇത്തരം സസ്യങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ മനുഷ്യന്മാരിലും ജന്തുക്കളിലും ഒക്കെ ഉള്ളതുപോലെ തന്നെ രോഗാണുക്കളാണ്. വൈറസ്, അതേപോലെ തന്നെ ഫംഗസ്, ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ബാക്ടീരിയൽ ഡിസീസസ് ഒക്കെ പ്ലാന്റ്സിലും ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചെടികളുടെ വളർച്ച മുരടിക്കാനും അതിൽ അഴുകൽ സംഭവിക്കാനും ഒക്കെ വേറെയും കാരണങ്ങളുണ്ട്. ഇപ്പൊ കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും പ്ലാന്റ്സിന് എന്ത് ചെയ്യാം? അസുഖങ്ങൾ ഉണ്ടാകാം. വേറെ എന്തെങ്കിലും റീസൺസ് ചെടികളുടെ അസുഖങ്ങൾക്ക് പിന്നിലുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ കേട്ടോ.